ഹായ് ഫ്രണ്ട്സ്, ഡി4 വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പോവാട്ടോ. എന്താണെന്നറിയോ, നമ്മൾ പട്ടാണിക്കടല അല്ലെങ്കിൽ പച്ച പട്ടാണി എന്നൊക്കെ പറയുന്ന ഐറ്റം ഇല്ലേ, നമ്മുടെ ഗ്രീൻ ബീൻസ് വറുത്തത്, അത് തന്നെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് എല്ലാ പ്രാവശ്യം കിട്ടുന്നത് പച്ച കളറിലെ ഗ്രീൻ ബീൻസ് ആണ്. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഇത്തവണ കിട്ടിയത് ഒരു മഞ്ഞ കളറിലെ ഗ്രീൻ ബീൻസ് ആണ്. അപ്പോൾ ഗ്രീൻ ബീൻസ് ഏതായാലും ഞാൻ തലേ ദിവസം ഗ്രീൻ ബീൻസ് കറിക്ക് വെള്ളത്തിലിടുന്ന പോലെ തന്നെ തലേന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ചു. രാവിലെ ആയപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുത്ത് കിച്ചൺ ടൗണിൽ വെച്ചൊന്ന് ഡ്രൈ ആക്കിയെടുത്തു. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു. എന്നിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ട ഓയിൽ വേണം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്രീൻ ബീൻസ് ഒന്ന് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കണ്ടായിരുന്നു. നമ്മൾ പോപ്കോണൊക്കെ പൊരിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാറില്ലേ, അതുപോലെ പൊട്ടിത്തെറിക്കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നന്നായിട്ട് പൊട്ടിത്തെറിക്കണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ പ്രത്യേകം പറയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കോരിയെടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കളർ വ്യത്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല കേട്ടോ, സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പിള്ളേർക്ക് രണ്ടുപേർക്കും ഞാൻ എരിവിടാതെ തന്നെ കൊടുത്തു. പ്രത്യേകിച്ച് മസാല ഒന്നും ഇടാതെ തന്നെ പിള്ളേർക്ക് കൊടുത്തു. എന്നിട്ട് എൻ്റെ മാറ്റി വെച്ചു ഞാൻ. എന്നിട്ട് എൻ്റെ പട്ടാണിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മുളകും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിച്ചു കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പട്ടാണി എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. പച്ചക്കളറിലെ പട്ടാണി ഞാൻ എവിടെ കണ്ടാലും മേടിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയല്ലോ, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കണ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു അരിപ്പ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു വലിയ അരിപ്പ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിച്ച് വീഴില്ല. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും ട്രൈ ചെയ്ത്